ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നത് പച്ച മാംസം വലിച്ചു കീറി തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട്. പിന്നെ റജബ് മാസം എങ്ങാണ്ട് വന്നതാണ്. അപ്പൊ റജബ് മാസത്തില് ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് നല്ല പ്രതിഫലമൊക്കെ കിട്ടും. അപ്പൊ ഇത് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ, ഈ ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ അത് കാണാതിരിക്കുക. നിങ്ങളുടെ റജബ് മാസമൊക്കെ ആയില്ലേ, അപ്പൊ അതിന്റെ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. വെറുതെ യൂട്യൂബിൽ വന്നിരുന്ന നിങ്ങളുടെ സമയങ്ങൾ കളയാതിരിക്കുക. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എനിക്കിതിൽ നിന്ന് വരുമാനമുണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് വരുമാനമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചല്ലും പുല്ലും കാണിക്കുക, അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് വരെ വലിച്ചു കീറി ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം വാങ്ങുക, ഇതൊന്നും എൻ്റെ പോളിസി ഒന്നുമല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെലവാക്കുന്ന സമയത്തിനും ഞാൻ ചെലവാക്കുന്ന എൻ്റെ ഊർജത്തിനും എനിക്ക് ഇതിൽ നിന്ന് പ്രതിഫലം കിട്ടാറുണ്ട്. നിങ്ങൾ ഈ ഇടുന്ന കമന്റിനോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നതിനോ എന്തെങ്കിലും ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമോ? ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് റജബ് മാസം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ തിരുത്തുന്നതിന് പകരം ഈ റജബ് മാസത്തിനുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഖബറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. കാരണം എൻ്റെ നേരെ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് മറുപടി പറയേണ്ടത്, വേറെ ആരാണ് മറുപടി പറയേണ്ടത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നറിയാമോ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നു. അത് എന്തുവാടേ അങ്ങനെ? ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ചാനൽ തന്നെ ഇല്ലാതാക്കി ഇതിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാൻ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ശ്രമമൊക്കെ വിഫലമായി പോയ സ്ഥിതിക്ക് എനിക്ക് വീണ്ടും വന്നല്ലേ പറ്റൂ. കാരണം എനിക്കിതിൽ നിന്ന് പൈസ കിട്ടുന്നതല്ലേ. പണം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവർ ലൈഫ് എന്നാണല്ലോ. ഇനി പുന്നാരക്കട്ടകള് കുറേ ആയി ഇങ്ങനെ എന്നെ വെല്ലുവിളിച്ച് എന്തൊക്കെയോ ആക്കിയെന്നാണ് ഇവര് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മദാമ പാവം പിടിച്ച സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോളെ, നീ ഏത് വീഡിയോ ഇട്ടാലും അതിൽ എന്നെ പരാമർശിച്ചാൽ ഞാൻ വരും മോളെ, ഞാൻ വരും. ഓക്കെ, പ്രസവിച്ച് തോൽപ്പിക്കാൻ റെഡിയല്ലേ? അങ്ങനെയാണ്. പിന്നെ എൻ്റെ വീഡിയോകൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഒരാളുടെയും കുടുംബ ജീവിതങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരാളല്ല. അതുപോലെ തന്നെ മക്കളെ, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, എനിക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മക്കളെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അതൊന്നും എനിക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു സ്പേസ്, അതായത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എത്രത്തോളം പ്രിയമുള്ളവരാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ്, എല്ലാവർക്കും കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമായ വൈകാരിക അടുപ്പമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ അടുത്തും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ അടുത്തും വൈകാരികമായ ഒരു അടുപ്പമാണ്. അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഉമ്മ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ്. അവരിൽ നിന്ന് ഒന്നും ഈ ഉമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പ്രതീക്ഷിക്കില്ല. അവരിൽ നിന്ന് സ്നേഹം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, സ്വന്തം പാല് പോലും, സ്വന്തം രക്തത്തെ പാലാക്കി പോലും കൊടുക്കുന്ന ഒരു പിന്നെ വൈകാരിക ബന്ധമാണ് ഉമ്മ മക്കൾ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്കും, അതായത് ഞാൻ വിമർശിക്കുന്ന ആളുകൾക്കും ആ ഒരു സ്പേസ് ഞാൻ ശൂന്യമായി ഇടുന്ന ഒരാളാണ്. അതായത് അവരുടെ മക്കളെ പറയുക, അവരുടെ വൈകാരികമായ ബന്ധങ്ങളെ പറയുക, അവരുടെ സുഹൃത്തുക്കളെ പറയുക, ഈ വക കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ബന്ധങ്ങളെ ഭയങ്കരമായി ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഞാൻ ദൈവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇമോഷൻസിൽ കയറി പിടിച്ച ഒരു വ്യക്തിയുണ്ട്. അതായത് എൻ്റെ ഉമ്മാനെ പറയുകയും എൻ്റെ മക്കളെ പറയുകയും എൻ്റെ ബന്ധങ്ങളിലേക്ക് ഇടിച്ചു കയറുകയും
എന്റെ സുഹൃത്തുക്കളെ പോലും സ്വന്തമാക്കാൻ കിടന്ന് തിരികിടത്തെ ഒക്കെ കളിച്ച ഒരു മഹതി ഇപ്പൊ എങ്ങനെയോ ഒരുത്തന്റെ തലയിലായിട്ടുണ്ട്. ഈ ഈ ഒരുത്തന്റെ തലയിലായതിനു ശേഷം ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവരെന്തോ വലിയ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുകയാണ്, ഇവർ ഇസ്ലാമിക നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ട് എനിക്ക് അങ്ങോട്ട് അസൂയ മൂത്ത് ഭ്രാന്തായിരിക്കുന്നെന്നാണ് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് വരുത്തി തീർക്കലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും ജനങ്ങളുടെ മുന്നിൽ പാട്ടായത് തന്നെയാണ്. ഞാൻ ഈ സ്ത്രീയെ യഥാർത്ഥത്തിൽ കാണുന്നത് എവിടെ വെച്ചാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഉമ്മ 3 മക്കളെ ഭയങ്കരമായി സ്നേഹിക്കുകയും ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിടുകയും ആ മക്കളുടെ ദാരിദ്ര്യവും ആ മക്കളുടെ സങ്കടവും ആ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചു പോയ പ്രയാസങ്ങൾ, ഭർത്താക്കന്മാരിൽ നിന്നും അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങൾ, ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ഈ സ്ത്രീയെ കാണുന്നത്. ഇവരുടെ 3ാമത്തെ ഭർത്താവായിരുന്ന ഒരു പുള്ളിക്കാരന്റെ മരണം പറയുന്ന വീഡിയോയിൽ നിന്ന് ഇവരൊരു ക്രൂക്കട്ട് മൈൻഡുള്ള സ്ത്രീയാണ് എന്നുള്ളതും ഇവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ്, ഇവരുടെ സ്ത്രീത്വത്തെ വിറ്റ് തിന്നുന്ന ആളാണെന്നുള്ളതും ഞാൻ കണ്ടുപിടിച്ചതാണ്, എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെ തന്നെ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ചെന്ന് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊന്നാന്തരം ഭീഷണി തന്നതിൻ്റെ പേരിൽ ഇന്നിവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സ്ത്രീയുടെ, അതായത് ജനങ്ങളെ ഭയങ്കര പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നതാണ് ഞാൻ. അത് പാതി വഴിയിൽ വെച്ച് നിർത്തിയിട്ട് പോകുന്നത് തെറ്റല്ലേ മുത്തുമണീസേ, തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീണ്ടും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ അതേ കണക്ക് ഏതോ ഒരു വേട്ടാവിളിയൻ ഒരു ജോലിക്കും കൂലിക്കും പോകാതെ എന്റെ തോളിലോട്ട് പാഞ്ഞ് കയറുന്നുണ്ട്. വേട്ടാവിളിയ, അത് നിനക്ക് നല്ലതിനല്ല. നീ അവിടെ ഇരുന്നുകൊണ്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പോട്ടെന്ന് ഞാനും വിചാരിക്കുന്നത് തന്നെയായിരുന്നു. പോട്ട്, ഈ വേട്ടാവളിയന്റെ ചല്ലുപുല്ലുകൾക്ക് മറുപടി പറയൽ എൻ്റെ ജോലിയല്ല. കാരണം പറയുന്നതൊന്നും തന്നെ കറക്റ്റ് അല്ല. നീ വരാടി, നിനക്ക് മുളക് തേച്ച് തരാടി. എൻ്റെ പൊന്നെ ചെങ്ങായി, നീ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ മുളക് തേച്ചിട്ടുണ്ടാകും. അത് ബീനിന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ മൂക്കിന്റെ അകത്ത് തേച്ച് തരും. ഓക്കെ, വേട്ടാവളിയൻ നിർത്തിക്കോ, അതായിരിക്കും വേട്ടാവളിയന് നല്ലത്. അല്ലെങ്കിൽ മോനെ കളി മാറും. ഇനി നിന്റെ അടുത്തിരിക്കുന്ന സാധനം, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മനസ്സിലായല്ല? എൻ്റെ ബന്ധങ്ങളിൽ കയറി കളിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇനി പിന്നെ കള്ളങ്ങൾ കൊണ്ട് സ്വർഗലോകം പണിതുകൊണ്ടിരുന്ന മദാമ ഇന്നലെ ഒരു സത്യം വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ പറഞ്ഞത് പോലീസുകാർ സമ്മതിച്ചു, എവിടെ വേണമെങ്കിലും പോയിട്ട് എൻ്റെ മോനെ കാണാമെന്ന്. ആ മോനിപ്പോ താമസിക്കുന്നത് ശരിക്കും പുള്ളിക്കാരിയില്ല, ബ്രദർ വാടകയ്ക്കെടുത്ത വീട്ടിലാണ്. സ്വന്തമായിട്ട് വാങ്ങിച്ച വീട്ടിലെല്ലാം തോന്നുന്നു, വാടകയ്ക്കെടുത്ത വീട്ടിലാണ് എന്നുള്ളത് ഇവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാം. ഇന്നലെ ഇട്ട വീഡിയോ, മോളെ ഓരോ വീഡിയോയും ഞാൻ റിയാക്ട് ചെയ്യും. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യും. ഇനി വാടക വീട്ടിലാണ് ആ പുള്ളിക്കാരൻ താമസിക്കുന്നത്. ആ വീട്ടിലാണ് ഇവളുടെ 2ാമത്തെ മകൻ താമസിക്കുന്നത്. അപ്പൊ എവിടെ പോയും മോനെ കാണാമെന്ന് പോലീസുകാർ പറഞ്ഞു അത്രേ. അതേ പോലീസുകാർ തന്നെ ഇവരെ വിളിച്ചു പറഞ്ഞു അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ പോയി ശല്യം ചെയ്യരുതെന്ന്. മോളെ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ചേർച്ച വേണ്ടേ മോളെ? ഒരു ചേർച്ച. നീ തന്നെ കളവ് പറയും, നീ തന്നെ അത് തെളിയിക്കുകയും ചെയ്യും. എന്തോ ഇത്? ഇനി വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വാപ്പാ മക്കൾ ബന്ധം എവിടെയും നിലയ്ക്കുന്നതല്ല. എക്സാക്ട്. അതിപ്പോ ആരാണ് അല്ല എന്ന് പറയുന്നത്? വാപ്പാ മക്കൾ ബന്ധം, ഉമ്മ മക്കൾ ബന്ധം എന്ന് പറയുന്നത് കോടതിക്ക് പോലും വേർപെടുത്താൻ സാധിക്കാത്ത ബന്ധമാണ്. പക്ഷേ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധമാണ് പാരൻസും മക്കളും തമ്മിലുള്ളത്.
അവിടെ ഞാൻ ഒരു ലൈവിൽ ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ പെറ്റുമ്മേനെ കൊണ്ടുവന്ന് ഞാൻ സംസാരിപ്പിച്ചത് തന്നെയാണ്. പെറ്റുമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു ആ ലൈവ് ഞാൻ പബ്ലിക്കായിട്ട് കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. യെസ്, എക്സാക്ട്. അത് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് അറിയാമോ? പുന്നാരമോളി എനിക്ക് കുറെ കാലമായി ഒരു അവിഹിതം ഉണ്ടാക്കി തരുന്നു. അതായത് ഭർത്താവും മക്കളും കുടുംബവുമായിട്ട് ജീവിക്കുന്ന എനിക്ക് ഒരു നിസ്സംഗഭാവനായ ഒരു മനുഷ്യനെ ചേർത്ത് എനിക്ക് അവിഹിതം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ അവിഹിതം എനിക്കുണ്ടാക്കി തരുമ്പോൾ ഇത് പറയാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ത്രീ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത വീട്ടിനുള്ളിൽ അവിഹിതം നടത്തി പിടിക്കപ്പെട്ട് നാട്ടുകാരാൽ പിടിക്കപ്പെട്ട് ഇപ്പൊ മാറി താമസിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ പറയണ്ടേ? എന്തായാലും മെനക്കെട്ട് എനിക്ക് അവിഹിതം ഉണ്ടാക്കി തരില്ലേ, അപ്പൊ അത് ഞാൻ പറയണ്ടേ? അങ്ങനെ ഞാൻ ജനങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞപ്പോഴത്തേക്ക് തെളിവെന്താ അവളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി പറയുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ തെളിവ് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഇങ്ങനെ തെളിവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എടാ, നമ്മൾ ഈ തെളിവുകൾ നശിപ്പിക്കുന്നത് എപ്പോഴാണ്? ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എപ്പോഴും തെളിവ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അവിടെ തെറ്റ് ചെയ്തു, ആ തെറ്റ് കൊണ്ട് നമ്മൾ പിടിക്കപ്പെടും എന്ന് മനസ്സിലാകുന്ന നിമിഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ തെളിവുകൾ നമ്മൾ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥ മാത്രമല്ല, ഈ ഒരു കഥയല്ല നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ നാട്ടിൽ പോയി ഇവരുടെ വീടിനടുത്തുള്ള ആരോട് ചോദിച്ചാലും ഇവരുടെ കഥ അവിടെ പാട്ടാണ്. ഇനി ഇത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറെ പറയാനുണ്ട്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മറന്നു പോകുന്നുണ്ട് കേട്ടാ. ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, മോളെ നിന്റെ മുടി നരച്ചതല്ലേ എന്ന്. യെസ്, എൻ്റെ മുടി നരച്ചതാണ് മോളെ. എൻ്റെ പല്ല് 2 പോയതാണ്. ഈ 2 പല്ല് ഞാൻ വെപ്പ് പല്ല് വെച്ചേക്കുന്നതാണ്. ഇത് പോവാനുണ്ടായ റീസൺ, എനിക്ക് കാൽസ്യം വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. നിരന്തരം അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള പ്രസവം എൻ്റെ ശരീരത്തിൽ നിന്നും കാൽസ്യം എന്ന ഒരു കണ്ടന്റിനെ അശേഷം ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ 4ാമത്തെ കുഞ്ഞ് കുറേ നാള് ICUവിൽ വരെ കിടന്നിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ നിന്നും അവന് കിട്ടാനുള്ള കാൽസ്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അവൻ്റെ ശരീരത്തിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ജന്നി വന്ന് കുറേ നാളവൻ ICUവിലൊക്കെ ആയിരുന്നു. എൻ്റെ 4ാമത്തെ മകൻ, അവനിപ്പോൾ 10 വയസ്സായി, 11 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോളൊന്ന് കുത്തി തിരികുന്നുണ്ടായിരുന്നു. അതായത് നിന്റെ മുടി നരച്ചത് എനിക്ക് നരച്ചിട്ടില്ല മോളെ, എല്ലാവർക്കും നരയ്ക്കും. രണ്ടാമത് പറഞ്ഞൊരു കാര്യം എനിക്കിത് പറയാൻ തീരെ ഇഷ്ടമില്ലാത്തതാണ്. നീയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഒരിക്കലും ഒരു രീതിയിലും ഞാൻ പറയരുത് എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എൻ്റെ മുടി നരച്ചു, അതുകൊണ്ട് എൻ്റെ ഖബറിലേക്കുള്ള ദൂരം വളരെ അടുത്താണ് എന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തിൽ, മോളെ നിന്റെ കുടുംബത്തിൽ ഒരു ചെറുമരണം സംഭവിച്ചിട്ടുണ്ട്. അത് മുടി നരച്ചിട്ടാണോ മോളെ? മുടി നരച്ചിട്ടാണോ നിന്റെ കുടുംബത്തിൽ ഒരു ചെറുമരണം സംഭവിച്ചത്? അതായത് മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന കാലത്തോളം അവന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. നമ്മൾ വലിച്ചെടുക്കുന്ന ശ്വാസം ഒന്ന് തിരിച്ചു വിടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊക്കെയും വെറും പുഴുവിന്റെ ഭക്ഷണമാണ്. എത്ര കിടന്ന് നിഗളിച്ചിട്ടും കാര്യമില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി സ്വതമേയുള്ള ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ഉമ്മാന്റെ വോയിസ് നിന്റെ ചാനലിൽ നിന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പ്രൈവസി കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഫോണിൽ നിന്നും ഞാൻ ലൈവായി ഒരുപാട് ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചതാണ് നിന്റെ ഉമ്മാന്റെ അടുത്ത്. എൻ്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് പോയ ഒരു കോളാണത്. എൻ്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് നിന്റെ ഉമ്മാന്റെ ഫോണിലേക്ക് പോയ ഒരു കോളാണത്. ആ കോള് ലൈവിൽ ഞാൻ പബ്ലിക് ചെയ്തതാണ്. ആ ലൈവിൽ നിന്നും ഞാൻ പിന്നീട് എടുത്ത് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പ്രൈവസി കംപ്ലൈന്റ് കൊടുത്ത് ഡിലീറ്റ് ആക്കി. അവിടെയും അവളുടെ യഥാർത്ഥ സ്വഭാവം അവിടെ വെളിവാക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാനെ വിറ്റ് നീ തിന്നണ്ട, എൻ്റെ ഉമ്മാനെ വിറ്റ് നീ പണം ഉണ്ടാക്കണ്ട,
മോളെ എല്ലാ ബന്ധത്തിലും ഒരു വൈകാരിക ബന്ധമാണ് മാതാപിതാക്കൾ തമ്മിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെയും നിന്റെ ഉള്ളിൽ എന്താണ്, നിന്റെ ഉമ്മാന്റെ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്തത് പോലും പൈസയ്ക്കാണ് എന്നാണ് നീ തെറ്റിദ്ധരിക്കുന്നത്. അതായത് എല്ലാ ബന്ധങ്ങൾക്കും പണം കൊണ്ട് മൂല്യമളക്കുന്ന നിനക്ക് അതങ്ങനെയേ അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ആ ലൈവ് ഞാൻ ഇടുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഇത് ലൈവിൽ ഇരുന്നു കൊണ്ട് വിളിക്കുകയാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ലൈവ് ഇട്ടിരുന്നത്. എന്തുകൊണ്ടോ അതൊരു 34K ആളുകൾ കണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോകളാവട്ടെ എൻ്റെ ഷോർട്സുകളാവട്ടെ അത് എത്ര പേര് കണ്ടു എന്നുള്ളത് ഞാൻ നോക്കാറേ ഇല്ല. അതുപോലെ തന്നെ എൻ്റെ വരുമാനത്തിന്റെ ആ ഭാഗം ഞാൻ നോക്കാറേ ഇല്ല. എൻ്റെ എമൗണ്ട് ഞാൻ നോക്കാറേ ഇല്ല. എന്തെങ്കിലും എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്ന ഒരു സമയത്ത് ഞാൻ അതിൽ എത്ര ഡോളർ ആയി എന്നുള്ള കാര്യം ഞാൻ നോക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ഇത് ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ട് നടക്കുന്നതല്ല. ഇനി എങ്ങനെ പറഞ്ഞാലും എൻ്റെ വരുമാന മാർഗം ഇതല്ല. ഇതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ വരുമാന മാർഗമുണ്ട്. എനിക്കൊരു കൈത്തൊഴിലുണ്ട്, എൻ്റെ ഭർത്താവിനൊരു ജോലിയുണ്ട്, ഞങ്ങളും ഞങ്ങളുടെ മക്കളും സുഖമായി സന്തോഷത്തോടു കൂടി ഉള്ള വരുമാനത്തിൽ ഉള്ളതുപോലെ ഞങ്ങൾ ജീവിക്കുന്നു. ഇനിയും അങ്ങോട്ട് ജീവിക്കും. അപ്പൊ അവിടെ ഇവൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മാന്റെ വോയിസ് 34,000 പേര് കണ്ടു, അതുകൊണ്ട് നീ പണം സമ്പാദിക്കണ്ട എന്ന് പറയുമ്പോൾ ഈ 34,000 പേര് കണ്ട ആ വീഡിയോയ്ക്ക് എനിക്ക് 34,000 പേര് കണ്ട ആ പണം അത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇനി ആ വീഡിയോ ഞാൻ പബ്ലിക്കാക്കിയതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതായത് നീ ഒരുപാട് മനുഷ്യരെ പറ്റിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വോയിസ് അവിടെ പബ്ലിക്കാക്കിയത്. അത് സംസാരിച്ചത് ആരാണ് എന്നറിയാമോ? സ്വന്തം പ്രസവിച്ച ഉമ്മ. നിന്നെ സ്വന്തം പ്രസവിച്ച ഉമ്മയാണ് ആ ഒരു വീഡിയോ, ആ ഒരു ഫോൺ കോളിൽ സംസാരിച്ചിരിക്കുന്നത്. എത്രത്തോളം ഒരു ഉമ്മയെ വേദനിപ്പിച്ചിട്ടായിരിക്കണം മറ്റൊരാളുടെ അടുത്ത് ആ ഉമ്മ അത്രയധികം കാര്യങ്ങൾ വൈകാരികമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ ഇവർ ആ വീട് വിൽക്കാനിട്ടുകൊണ്ട് ഇവർ വാടക വീട്ടിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു മകള് കാരണം മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും, അവരെ നമുക്കൊരു സ്വന്തമായ ഒരു വീടുണ്ടെങ്കിൽ, ഞാൻ പോലും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സെന്റ് ഭൂമിയെങ്കിലും എനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വാരിക്കെട്ടി നടക്കേണ്ടുന്ന കാര്യമില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ സ്വന്തമായി ഈ പറയുന്ന ഇവളുടെ ഉപ്പ എന്ന് പറയുന്ന ഗൾഫിൽ കിടന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീട് നിഷ്കരണം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ മറ്റൊരു വാടക വീട്ടിലേക്ക് പോകണമെങ്കിൽ ആ ഒരു നാട്ടിൽ ആ മാതാപിതാക്കളെ ഈ മകൾ എത്രത്തോളം നാണം കെടുത്തിയിട്ടായിരിക്കണം. ഇതിപ്പോ പൊതുജനങ്ങൾ കാണുന്നത് ഈ ഒരു വിഷയം മാത്രമാണ് കാണുന്നത്. ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ഉമ്മയോട് ഞാൻ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് എനിക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള ഒരാളാണ് ഇവരുടെ ഉമ്മ എന്ന് പറയുന്നത്. ഇവര് ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ഉമ്മ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ആ ഉമ്മ എന്നോട് ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഉമ്മയോട് അതിനുശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല, അത് ഉള്ള കാര്യമാണ് കേട്ടാ. എനിക്ക് സംസാരിക്കേണ്ട കാര്യവുമില്ല. അവരുടെ കുടുംബമായിട്ട് എനിക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും വെക്കേണ്ടുന്ന കാര്യമില്ല. എനിക്ക് യാതൊരു തരത്തിലും അറിയാത്ത ഒരാളാണ്. പക്ഷെ ആ ഉമ്മ എന്നോട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്, അത് ഉള്ള കാര്യമാണ്. ആ സമയത്തൊക്കെയും തന്നെ അവർക്ക് അവരുടെ മകളെ കുറിച്ച് പറയാനുള്ളത് നല്ല കാര്യങ്ങളല്ല. അതിനി എങ്ങനെ പറഞ്ഞാലും അത് നല്ല കാര്യങ്ങളല്ല പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സത്യമാണെന്ന് അവരും അവരുടെ വീഡിയോകളിലൂടെ പറയുന്നുണ്ട്. എനിക്കൊരിക്കലും ഇനി അവരുടെ വോയിസ് ഒന്നും കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. എൻ്റെ തൊഴിലല്ല മറ്റൊരാളുടെ വോയിസ് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യുക, മറ്റൊരാളെ രഹസ്യമായി ഫോൺ വിളിക്കുക, ഇത് അവരുടെ വോയിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ വോയിസ് ഇടുക, അതൊന്നും എൻ്റെ പോളിസി അല്ല. ഞാൻ ലൈവിലാണ് വിളിച്ചത്, അതിൽ ഒരു ഭാഗം പോലും എഡിറ്റഡ് അല്ല. ലൈവിൽ വിളിച്ചു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ലൈവായി ജനങ്ങളെ കേൾപ്പിച്ചു, അത് കേൾപ്പിക്കേണ്ടി വന്നു.
കാരണം ഇനിയും ഒരുപാട് പേര് ഈ ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കും. അത് ഫോൺ കോളിലൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ കുടുംബക്കാരുമായിട്ടല്ല, എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഞാൻ ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തൊരാൾക്ക് പോലും ഈ വാപ്പാനും ഉമ്മാന്റെ അടുത്തും ചെന്ന് പൊരുത്തം ചോദിച്ചാൽ തീരുന്ന പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വാപ്പാനും ഉമ്മാനെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഏത് തരത്തിലാണ് ഇവർ മകളായി മാറുന്നത്? ഇവരൊരു യഥാർത്ഥ നല്ല മോളാണ് എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറയാനുള്ളതേ ഉള്ളൂ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം, എനിക്ക് ആ മാതാപിതാക്കളുടെ ഒപ്പം ജീവിക്കണം, അവരോട് എന്നെ സ്വീകരിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇവരുടെ വീട്ടിൽ നിന്ന് ഞാൻ രഹസ്യമായി അറിഞ്ഞ കാര്യമല്ല. ഇവർ തന്നെ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ, പബ്ലിക്കിൽ ഒരു സാധനം കൊണ്ടുവന്ന് ഇടുമ്പോൾ നമുക്കത് പബ്ലിക്കായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പ്രതികരിക്കും, തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇപ്പോഴും അതിൻ്റെ ഇടയിൽ ഇവർ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ഉമ്മ നാട്ടുകാരോടൊക്കെ പറയുന്നു മഹലിൽ നിന്നും പുറത്താക്കി ഇവരെ എന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടുത്തിരുന്നും കൊണ്ട് അല്ലാഹു സത്യം, മഹലിൽ നിന്നൊന്നും അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നും കൊണ്ട് ഒരു കുരങ്ങ് പറയണുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അറിഞ്ഞ ഇസ്ലാം, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അവർക്കൊരു ചിട്ടവട്ടങ്ങളുണ്ട്, അവർക്കൊരു നിയമങ്ങളുണ്ട്. നമ്മളിപ്പോൾ റോഡ് നിയമം പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് കട്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്ലാമികപരമായി ഒരുപാട് നിയമ സംഹിതകളുണ്ട്. ഈ നിയമ സംഹിതകളെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ പള്ളി കമ്മിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെ ഇത് ഇല്ലാതായി തീരാം. അതായത് നിരന്തരം കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, കള്ളു കുടിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്, ഒരുപാട് പേര് പറഞ്ഞിട്ടും അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മഹലിൽ നിന്ന് പുറത്താക്കിയേക്കാം. അതുപോലെ ഒരുത്തൻ കഞ്ചാവ് വിൽക്കുന്നു, കഞ്ചാവ് വിൽക്കുന്നവനെ പള്ളിയിൽ നമുക്ക് പരാതി എഴുതി കൊടുക്കാം. ഈ പരാതി എഴുതി കൊടുത്തതിന്റെ പ്രകാരം 3 or 4 തവണ അയാളുടെ പേരിൽ നിരന്തരമായ ഒരു പരാതി പോയി കഴിഞ്ഞാൽ അയാളെ പള്ളിയിൽ നിന്നും പുറത്താക്കും. കാരണം ഇത് ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പള്ളിയിൽ നിരന്തരം ഒരു കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കാം. ഇവർ തന്നെ എൻ്റെ ആ ഫോൺ കോളിൽ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർ പള്ളിയിൽ എഴുതി കൊടുത്തു എനിക്കിങ്ങനെ ഒരു മകളില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ എഴുതി കൊടുക്കേണ്ടുന്ന കാര്യം വന്നത്? അവിടെ പള്ളിയിൽ എന്തോ വിഷയമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. അവര് വീണ്ടും വന്നിട്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവരുടെ 2ാമത്തെ വിവാഹം ഇതുവരെയും നിയമപരമായി വേർപെട്ടിട്ടില്ല, ഇവർ നിയമപരമായി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആളുകളെ പറ്റിക്കുകയാണ്. അതുപോലെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു, ഒരു മഹല്ല് പോലും അറിയാതെ ഇവർ നിക്കാഹ് കഴിച്ചു. ഇതാണോ നിങ്ങളുടെ? ഞാൻ ഇസ്ലാമിക സമൂഹത്തോടാണ് ചോദിക്കുന്നത്, ഇങ്ങനെയാണോ നിക്കാഹ് കഴിക്കുന്നത്? ഇതിനെയാണോ നിങ്ങൾ നിക്കാഹ് എന്ന് പറയുന്നത്? ഇതിന് ശരിക്ക് പറയേണ്ടത് കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കുന്നു. ഈ നാടകത്തിന് ഒരു എൻഡ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഇവരുടെ ഇന്നലത്തെ ലൈവിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേരും കൂടി രാത്രി വേറൊരു ചാനലിൽ എന്തോ ഒരു ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ബന്ധം എത്രത്തോളം ആക്റ്റായിട്ട് പോകുമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ സംസാരിക്കും. എൻ്റെ വീഡിയോസിൽ അവരുടെ വീഡിയോകളോ അവരുടെ പേരോ ചിലപ്പോൾ പരാമർശിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ വന്നേക്കാം. എന്തായാലും അവരുടെ പേര് പറഞ്ഞതിന് എനിക്ക് സ്ട്രൈക്കൊന്നും വന്നിട്ടില്ല. അവരുടെ പേര് പറയുന്നതിനല്ല എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. അതിലൊരു വലിയ ചതി നടന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ നിന്നും ഞാൻ അങ്ങോട്ട് വിളിച്ച ഒരു കോളാണ്. അത് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ലൈവിൽ ഇത്രയും ആളുകൾ കാണുകയാണ് ചെയ്തത്. ആ ഒരു വോയിസിന് എനിക്കിവർ പ്രൈവസി കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. പ്രൈവസി കംപ്ലൈൻറ്റ് അപ്പോൾ വേറൊരു ആളുടെ വോയിസിനാണ് അവർ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇനി ഇതിൻ്റെ അപ്പുറം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് അതിൽ കളവുകൾ പറയുന്നു എന്ന് പറയുമ്പോൾ തെളിവുകൾ ചില സമയത്ത് നമുക്ക് വെക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു വലിയ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ആ തെളിവാണ് ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടേയിരിക്കണ്ടേ? അപ്പൊ എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോസ് ഒക്കെയും തന്നെ വേറൊരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കാത്തിരിക്കുക. ഈ ചാനലിലല്ല, എൻ്റെ പുതിയ ചാനലിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വേട്ടാവളിയാ, നിന്റെ വെല്ലുവിളിയല്ല മോനെ എൻ്റെ വെല്ലുവിളി. ഓക്കെ.